Information. Today, as she delves in embracing growth and self-discovery, get ready for an insightful and engaging session from her. Thank you so much for the wonderful introduction. Very good evening. തണുക്കുന്നുണ്ടോ എല്ലാവർക്കും? അല്ലേ, കുറച്ച് തണുപ്പ് കൂടുതലുണ്ടോ? അത് എനിക്ക് തോന്നിയതാണ്. എനിക്ക് അവിടെ ഇരുന്നപ്പോൾ നല്ല തണുപ്പ് ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ അത് നിങ്ങൾ രാവിലെ തൊട്ട് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചൊന്ന് ക്ഷീണിച്ച് കോൾഡ് ആയിട്ടിരിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു ഹാൻഡ് ഹെൽഡ് മൈക്ക് തരാം. ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് പൊസിഷൻ മാറിയാൽ ക്യാമറ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഇവിടെ നിന്ന് നിന്നാൽ കൂടി ശരിയാവില്ല. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ആക്ച്വലി എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ല ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് അല്ലാണ്ട് വന്നിട്ടുള്ള ഒരു സെഷനാണ്, ടു ബി വെരി ഹോണസ്റ്റ്. ഞാൻ വിചാരിച്ചു ഇവിടെ വരിക, ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുക, തിരിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, സ്ത്രീകളുടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ കരിയർ ആയിക്കോട്ടെ, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ജെൻഡർ റോൾസും ഒക്കെ കൂടി ഇതിനകത്ത് ഒരു മിക്സ്ചർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഇമ്പാക്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ബിക്കോസ് മൈ യങ്ങർ ഡോട്ടർ ഈസ് ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ പാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ജീവിതമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി ഷീസ് എ ടോഡ്ലർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ ടാൻഡ്രംസും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഞാൻ ഒരു എക്സ്ക്യൂസ് എടുത്ത് ഓടി വന്നിട്ടുള്ള ഒരു 1 hour ആണ് സത്യം പറഞ്ഞ ഇത്. അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഹൗ എക്സോസ്റ്റഡ് അങ്ങനെയായിരിക്കും ഞാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് ജെനുവിൻ ആയിട്ട് സംസാരിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട്. സോ എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുക എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഇതൊന്നും ബാലൻസിങ് ഒന്നും അല്ല. ബാലൻസിങ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഞാണിന്മേൽ കളി അങ്ങനെയൊക്കെ തോന്നും പുറമെ നിന്ന് കാണുന്നവർക്ക്. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ബാലൻസ് ഒന്നും ഇല്ല, അല്ലേ? ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ വൻ പരാജയമായിരിക്കും. നമ്മൾ വിചാരിക്കും ഓക്കെ ഞാനിതെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നാലും ചില ദിവസങ്ങൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. ചില ദിവസം ഞാൻ ഭയങ്കര എംപവേർഡ് ആയിട്ടുള്ളൊരു വുമൺ ആയിരിക്കണം, ഞാൻ എല്ലാവർക്കും അങ്ങനെ എക്സാമ്പിൾസ് സെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, ഞാൻ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് കൊണ്ട് ചിലപ്പോൾ അന്നത്തെ കംപ്ലീറ്റ് മൂഡ് പോയിട്ട് ഞാൻ ചില ദിവസം നമ്മൾ തന്നെ തിരിഞ്ഞാലോചിക്കും, പക്ഷേ ഞാൻ എന്തൊരു അല്ലെ, എന്നെ പോലെ ഇത്രയും ശോകമായിട്ടൊരു സ്ത്രീ ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയൊരു ബാലൻസിങ് ഒന്നും അല്ല നടക്കുന്നത്. നമ്മളൊക്കെ പറ്റുന്നത് പോലെ നമ്മുടെ പറ്റുന്ന റോൾസ് ഒക്കെ ചെയ്തിട്ട് ഇത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ആസ് എ പേഴ്സൺ ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു കാര്യം, അപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും പല കോൺവെർസേഷനിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ മാറ്റം എന്നുള്ളതാണ്. ഹൗ ബ്യൂട്ടിഫുള്ളി നമ്മൾ നമ്മുടെ മാറ്റത്തിനെ എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ടീനേജിൽ നമ്മളെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാവും അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ ഭയങ്കര ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എൻ്റെ മകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് വലുതാവുന്നതെന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും അല്ലേ ഉള്ളിൽ. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ടീനേജിൽ തോന്നിയിട്ടുള്ളത് പോലെ അല്ല നമുക്കൊരു 20s തോന്നിയിട്ടുണ്ടാവുക. ഈ 20s വിചാരങ്ങളെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ സമയത്തെ അംബീഷൻസേ വാല്യൂസ് ഒക്കെ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ 30s എത്തുമ്പോൾ. അപ്പൊ നമുക്ക് തന്നെ തോന്നും, അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് പൊട്ടത്തരായിരുന്നോ? അല്ല, അന്നത്തെ ആ പ്രായത്തില് അതുവരെയുള്ള എക്സ്പീരിയൻസിൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നമ്മൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു പോയിട്ട് 18 വയസ്സുള്ള നമ്മളെ 20 വയസ്സുള്ള നമ്മളെ അന്നത്തെ നമ്മുടെ ഡിസിഷൻസിനെ ജഡ്ജ് ചെയ്തിട്ടോ റിഗ്രറ്റ് ചെയ്തിട്ടോ കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പൊ പിന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വൻ ബ്ലണ്ടർ ആയിട്ട് ചിലപ്പോൾ തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആലോചിക്കാം, ഓ ഇന്നാണെങ്കിൽ ഞാനിത് ചെയ്യില്ല, അന്ന് എനിക്ക് എങ്ങനെ ധൈര്യം വന്നു അത് ചെയ്യാൻ എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചിലപ്പോൾ ചെയ്തേക്കാം. സോ ലൈഫ് ഇസ് ബേസിക്കലി ഇതാണ്, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എടുത്തൊരു തീരുമാനം, ഇത് ഞാൻ ജീവിതത്തിൽ മാറ്റില്ല, ദിസ് ഇസ് ഇറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ചെയ്ത ചില കാര്യങ്ങൾ
ചിലപ്പോൾ എന്തിനാ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്ത് വിചാരത്തിലാണ് ഞാനത് ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇത് ചിലപ്പോൾ മാറിപ്പോവാം. അതായത് മാറ്റം എന്ന് പറയുന്നത് അത്രയധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിനിന് ബേസിക്കലി ഈ മാറ്റത്തിനോടൊരു പേടിയുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ? ആക്ച്വലി ഇതൊരു സർവൈവൽ ഗെയിം ആണല്ലോ. ഇതൊരു സർവൈവൽ ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് പരിചയമില്ലാത്ത എല്ലാത്തിനെയും പേടിയാണ്. നമ്മൾ ഭയങ്കര ഏറെ കാലങ്ങൾ ആഗ്രഹിച്ചിട്ട് നാളെ നമ്മളൊരു യാത്ര പോകാൻ ഇരിക്കുകയാണ്. നമ്മൾ പക്ഷെ അൺനോൺ ടെറിട്ടറിയിലേക്കാണ് പോകുന്നത്. എത്ര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു അറിയാത്ത സ്ഥലവും അറിയാത്ത ആളുകളും ആകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചെറിയ ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ, അല്ലേ? നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഒരു പുതിയ ജോലിയിലേക്ക് കയറാൻ പോകുമ്പോൾ, ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ, എന്തിന് പുതിയ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു കുഞ്ഞൊരു ആങ്സൈറ്റി ഉണ്ടാവും, വിച്ച് ഇസ് വെരി നോർമൽ. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നത്? ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പരിചയമില്ലാത്ത സകലതിനെയും പേടിയാ. നമ്മൾ ഈ ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിലൊക്കെ കുരുങ്ങി കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, ഇവർ ഇതിനകത്ത് നിന്ന് എന്താ പുറത്ത് കിടന്ന് വരാത്തതെന്ന് നമ്മൾ വിചാരിക്കും. കാര്യം എന്താ? പരിചയക്കൂടുതൽ കൊണ്ടാ. ഇത് ഡേഞ്ചർ ആണെന്നും ഇതൊരു പ്രശ്നമുള്ള സ്ഥലമാണെന്നും ഒക്കെ അറിഞ്ഞാൽ പോലും ഫെമിലിയർ ആയതുകൊണ്ട് മാത്രം നമ്മൾ നിന്നു പോകുന്ന ചില ഇടങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവാത്തപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അവർ ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ കുരുങ്ങി കിടക്കായിരിക്കും. എന്തുകൊണ്ടാ? അവർക്ക് ആ മാറ്റത്തിന് പേടിയുള്ളത് കൊണ്ടാ. അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ, പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഫിയർ കൊണ്ടാ. മനുഷ്യരൊക്കെ സ്റ്റക്കായി പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പേടി കൊണ്ടാ. നമ്മുടെ അടുത്ത് ഇതുപോലെ ലൈഫ് കോച്ചിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പേരെ നമ്മൾ കാണുന്നത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളെയാ. അവര് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ അങ്ങനെ എല്ലാം കൊണ്ടും സേഫ് ആയിട്ടുള്ള, അളന്ന് തൂക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനിൽ കൂടെ നമുക്ക് ഒരിക്കലും ലൈഫിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലേ? നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ട് ഇത് ഇപ്പൊ സെറ്റ് ആവുമെന്ന് വിചാരിച്ച് വരും. പെട്ടെന്നെല്ലാം കൂടെ വീണ്ടും ഡേ 1 അല്ലെങ്കിൽ 0 നമ്മൾ എത്രയോ വട്ടം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ലൈഫ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാര്യം ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ഇതുപോലുള്ളൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. നമ്മൾ നാളത്തോടെ എല്ലാം ശരിയായി സെറ്റായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഡേ 1 പോയി നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെയും പുറകിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി മാറ്റത്തിനോടൊരു പേടി ഉണ്ടാവും. പുതിയൊരു കാര്യം ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ടും ഫിയർ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളപ്പോ ഞാൻ എന്നോട് സംസാരിക്കുന്നവരോട് അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന ആളുകളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ പേടി, അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് എവിടുന്നാണ് ഈ പേടി കിട്ടിയത്, നമ്മൾ ആക്ച്വലി എന്തിനെയാണ് ഫിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി നമ്മൾ എന്നുള്ളത് ഒന്നുള്ളിലേക്ക് തിരിഞ്ഞൊരു അന്വേഷണം നടത്തുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതാണ് ബേസിക്കലി സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു സംഭവം. എൻ്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ സ്റ്റക്ക് ആയത് എന്നുള്ളത് ഞാൻ ഇരുന്ന് അനലൈസ് ചെയ്തത് കൊണ്ടും അതിന്റെ റീസൺ പോയി കണ്ടുപിടിച്ചത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പല ഫിയറുകളും എൻ്റെ പല ഇൻസെക്യൂരിറ്റീസും ഇത് എവിടുന്നാ കിട്ടിയത് എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് സത്യം പറഞ്ഞ എൻ്റെ ലൈഫ്. ഞാൻ എല്ലാ ദിവസവും എന്നെ കുറിച്ച് പുതിയ എന്തെങ്കിലും കാര്യം, എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തള്ളായി പോകും, എല്ലാ ദിവസവും ഒന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നാറുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മളൊരു കപ്പിൾ ഓഫ് വീക്സ് കൂടുമ്പോഴെങ്കിലും ഞാൻ എന്നെ കുറിച്ചുള്ള പുതിയ എന്തെങ്കിലും ഒരു കാര്യം റിയലൈസ് ചെയ്യാറുണ്ട്. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ കഴിഞ്ഞൊരു 2 വർഷത്തിന് മുന്നേ 2-3 വർഷമായിട്ടുള്ളൂ ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് ഒരു പീപ്പിൾ പ്ലീസർ ആയത് എന്നുള്ളത്. എനിക്ക് ആൾക്കാരോട് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ആരെങ്കിലും വന്നിട്ട് ഇതെന്തായാലും ഇത് അശ്വതിയെ കൊണ്ട് പറ്റും, ഇത് അശ്വതി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ പറ്റാത്ത സമയമാണെങ്കിൽ ഞാൻ പറയും ശരി കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും. എന്നിട്ട് ഞാൻ വീട്ടിൽ പോരുന്ന ടെൻഷൻ അടിക്കും. അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യങ്ങളിൽ വരെ ഞാനൊരു ടിപ്പിക്കൽ പീപ്പിൾ പ്ലീസർ ആവുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇതിന്റെ റൂട്ട് എന്താണെന്നോ ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നോ എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഇരുന്ന് കണ്ടുപിടിച്ചത്. അത് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചല്ലേ, ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു സ്പാർക്കിന് ഞാൻ കയറി പിടിച്ചാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത കുട്ടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ ജനിച്ചപ്പോൾ തൊട്ടതാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു പീപ്പിൾ പ്ലീസർ ആയത്. കാരണം എന്നെ കോമ്പീറ്റ് ചെയ്യാൻ വീട്ടിൽ അടുത്ത ആളുണ്ടായി. അടുത്ത ആളുണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പേരൻസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല കുട്ടികളും ചെയ്യുന്നത് ഒന്നുകിൽ അവർ വികൃതി കാണിക്കും, എന്തെങ്കിലുമൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം
0 അറ്റൻഷൻ കിട്ടുന്നതിനെ കഴിഞ്ഞ് നല്ലതാണ് നെഗറ്റീവ് അറ്റൻഷൻ കിട്ടുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. അപ്പൊ അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർ അറ്റൻഷൻ സീക്ക് ചെയ്തോണ്ടിരിക്കും. 2 അടി തരാനോ പേടിപ്പിക്കാനോ ആണ് അമ്മയോ അച്ഛനോ എൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിലും ദാറ്റ് ഇസ് ഓൾസോ ഓക്കെ. അപ്പൊ എക്സ്ക്ലൂസീവ്ലി എന്നോടാണല്ലോ അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. എന്നാൽ മിക്ക മൂത്ത കുട്ടികളും ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, അവർ ഭയങ്കര നല്ലതാവും, എക്സ്ട്രീംലി നല്ലതാവും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിങ്ങൾ നോക്കിക്കോളൂ. മിക്ക വീട്ടിലെ മൂത്ത പെൺകുട്ടികള് ഭയങ്കര പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. അവര് ഇത്രയും നല്ല കുട്ടി, ആ നല്ല കുട്ടി ഇമേജ് ശരിക്കും ആക്ച്വലി അത്ര നല്ല കുട്ടിയായിട്ടൊന്നുമില്ല. എനിക്ക് ഈ സ്കൂളിൽ പറഞ്ഞ പോലെ എല്ലാ വികൃതിത്തരങ്ങളും കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ വിചാരം എന്താ വെച്ചാൽ, ഞാൻ നല്ല കുട്ടി ആയിരുന്നാലും മാത്രമാണ് എനിക്ക് ഡിസേർവ് ചെയ്യുന്ന അറ്റൻഷൻ എനിക്ക് കിട്ടുള്ളൂ എന്ന് എൻ്റെ ഉള്ളിലെ കുട്ടി പണ്ടെന്നോ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ ഐ സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ദാറ്റ്. പക്ഷെ എൻ്റെ 30s എനിക്കത് മനസ്സിലായത് ഇതാണ് ഇതിന്റെ റൂട്ട് എന്നുള്ളത്. പിന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് കുറെ വായിച്ചു, ഞാൻ കുറെ പോഡ്കാസ്റ്റുകൾ കണ്ടു, ഞാൻ അത്തരത്തിലുള്ള കുറേ റിസർച്ചുകളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മൂത്തക്കുട്ടി സിൻഡ്രോം ഒത്തിരി പേർക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ റൂട്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊക്കെ ഉള്ള പല ബിഹേവിയറൽ പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ സ്വഭാവത്തിലുള്ള നമുക്കുണ്ടാവുന്ന ആങ്സൈറ്റികളായിക്കോട്ടെ, എന്ത് ബിഹേവിയർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ എന്ത് ആകുലതകളാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസണെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നിടത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം നന്നായിട്ട് നമ്മളെ അറിയുന്നോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? നമുക്ക് എത്ര നന്നായിട്ട് നമുക്കറിയാം ഇന്ന പോലെ ഒരാൾ നമ്മളോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതും, ഇങ്ങനെ റിയാക്ഷൻ വരാൻ എന്താണ് കാരണം എന്നുള്ളതും. അല്ലെ, ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബുള്ളിങ് ഒക്കെ നേരിട്ടിട്ടുള്ള ചില ആളുകൾ ചിലപ്പം ഫ്യൂച്ചറിൽ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ചിലരുടെ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീട്ടിൽ കയറി പോകും. അല്ലെ, നമ്മുടെ ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസ് ഒക്കെ ഓൺ ആവുന്ന സമയങ്ങളാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമുക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആളുകൾ എന്നോട് സംസാരിച്ച് അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി വരാറുണ്ട്. ഇതൊക്കെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് കോട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്നോട് ആരെങ്കിലും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എൻ്റെ പാർട്ട്ണർ ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഭയങ്കര തിരക്കിലായിരിക്കും, പക്ഷെ അവരെന്നോട് മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഇനി എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് ഞാൻ കോൺസ്റ്റന്റ്ലി ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എൻ്റെ ചൈൽഡ്ഹുഡിൽ ചെറുതായിട്ട് എനിക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരുമായിരുന്നു. അത് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അമ്മ പിന്നെ മിണ്ടില്ല. അപ്പൊ അമ്മ മിണ്ടാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, നമ്മൾ ടീനേജിലൊക്കെ ആയിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാനിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അമ്മയുടെ പിന്നാലെ നടക്കും, അമ്മ എന്നാലും എന്തായിരിക്കും എന്നോട് മിണ്ടാത്തത്, അവസാനമായിരിക്കും അമ്മ ആ ബോംബ് പൊട്ടിക്കുക, നീ ഇന്ന കാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ നിന്നോട് മിണ്ടാത്തത്. പക്ഷെ അതുവരെയുള്ള ഒരു പ്രഷർ ഉണ്ടല്ലോ, സോ അതെന്റെ ബ്രെയിനിലുണ്ട്. അതപ്പോ ഞാൻ ഇതാ പറയാം, ഞാൻ റീസെന്റ് ആണ് ഇതും ഐഡന്റിഫൈ ചെയ്തത്. ആരെങ്കിലും എന്നോട് മിണ്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു മെസ്സേജ് കണ്ടു, അവർ ആ സമയത്ത് ടൈംലി അവർ റെസ്പോണ്ട് ചെയ്തില്ല, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവും, ഇനി ഞാൻ വല്ലതും ചെയ്തിട്ടാണോ, എൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചിട്ട് ഞാനിരുന്ന് ഇങ്ങനെ ആദ്യം പിടിക്കും. പിന്നെയാണ് ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ചു. സി അശ്വതി, ഇതാണ് നിന്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച മൊമെന്റ് തൊട്ടുണ്ടല്ലോ, ഐ എം റിലീവ്ഡ്, ഭയങ്കര സമാധാനമുണ്ട്. ഇപ്പോ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങളുള്ള എൻ്റെ പാറ്റേൺസ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ കടിഞ്ഞാൺ നമ്മുടെ തന്നെ കയ്യിലുണ്ട് എന്നുള്ള പോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ. സോ എൻ്റെ ഒരു സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് ഞാൻ എന്നെ പഠിക്കുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്ന വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടൊക്കെ ഉള്ള ഒരു ചടങ്ങായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ആസ് എ വുമൺ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താന്നുള്ളതും നമ്മുടെ വീക്ക്നെസ്സസ് എന്താന്നുള്ളതും ഈ വീക്ക്നെസ് ഇങ്ങനെ ആവാനുള്ള റീസൺ എന്താന്നുള്ളതും നമ്മൾ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഇത് ചില മൊമെന്റിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴല്ലോ, അപ്പൊ അത് പറ, ഇതാണ് സംഭവം, ഇതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. വൈ ഐ ആം ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ടു മൈ പാർട്ട്ണർ, എനിക്ക് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിന് തന്നെ ഒരു സമാധാനം കിട്ടും. ഇതിന് മനസ്സിലാവും, ഓക്കെ അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, അല്ലെ?
അതിപ്പോ ഒരു അസുഖം ആയിക്കോട്ടെ, പനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് ഈ പനി വരുന്നത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പം അല്ലേ. നമ്മൾ പക്ഷെ പുറമെ കാണുന്നത് ഈ പനി മാത്രമായിരിക്കും. ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ പല ആശങ്കകളും, നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിന്റെ കറക്റ്റ് റീസൺ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ചിലപ്പോൾ വളരെ പൂ പറിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഡിയർ വുമൻ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സെൽഫ് ഡിസ്കവറി, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുന്നത്, അതിനെ എംബ്രേസ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കൊന്ന് സ്റ്റക്കായി പോയി എന്ന് തോന്നുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടേക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൊമെന്റിലാണ് നമ്മൾ നമ്മുടെ സെൽഫിൽ ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നും കൂടെ ഞാൻ അങ്ങനെ പറയുന്നത് മാത്രമല്ല, പക്ഷെ അത് ഒരുപാട് പേരുടെ എക്സാമ്പിൾസുമാണ്. ആൻഡ് എൻ്റെ മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ് ഓൾസോ, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തും ആയിക്കോട്ടെ, നേരത്തെ ഇവിടെ മാം പറഞ്ഞതുപോലെ ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് എനിത്തിങ്, ഒരു പുതിയൊരു കാര്യം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പവർ ഫീൽ ചെയ്യിപ്പിക്കും. കാരണം നമ്മൾ ഔട്ട്ഡേറ്റഡ് അല്ല, നമ്മൾ ഈ ലോകത്തിന്റെ ആ ഒരു ട്രാക്കിൽ നമ്മൾ ഓടുന്നുണ്ട്, നമ്മൾ ആ ഒരു പേസിലാണ് എന്ന് നമ്മളെ അത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി എന്ന് തോന്നുന്ന സമയത്ത് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, അത് ഞാൻ ഈ ലോകത്തിന്റെ ഒപ്പമാണ് എന്നുള്ള ആ ഒരു ഫീൽ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ആ ഒരു മാറ്റത്തിനെ എംബ്രേസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഇന്ന് പറയാനുള്ളൊരു മെസ്സേജ്. ഐ നോ നിങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് തൊട്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വരെയുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങളെ ഫേസ് ചെയ്തും, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തും, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തും ഒക്കെയാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. കേരള വിഷനോടും താങ്ക് യു പറയുകയാണ്. ടൈമിന്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഞാനിതൊരു ഫുൾ സ്ട്രെച്ച് ഒരു സെഷനായിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ഞാനൊരു ചെറിയ എക്സ്ക്യൂസ് എടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ വുമൻസ് ഡേ. ഒരു വുമൻസ് ഡേ സെലിബ്രേഷനിൽ ഒതുങ്ങാത്തതാവട്ടെ നമ്മുടെ ദിവസങ്ങൾ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ ഞാനും ഒരു തരത്തിൽ പറഞ്ഞാൽ ഐ ആം ഓൾസോ ആൻ ഓൺട്രപ്രണർ ഇൻ ദ സെൻസ്, എനിക്കൊരു മെന്റൽ വെൽനസ് സെന്റർ ഉണ്ട് കൊച്ചിയിൽ, നമ്മുടെ കാക്കനാടാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത്, അതുപോലെ സൈക്കോളജിസ്റ്റുകളും ലൈഫ് കോച്ചസും ഒക്കെ ഉള്ള, നിങ്ങളുടെ ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്തിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിവൺ ക്യാൻ അപ്രോച്ചസ്. അതിപ്പോൾ സെഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ 1-on-1 സെഷൻസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും യു ക്യാൻ അപ്രോച്ചസ് ഫോർ യുവർ ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ഇൻഡിവിജ്വൽ സെഷൻസ്, കപ്പിൾസ്, പേരൻസ്, എല്ലാവർക്കും വേണ്ടിയിട്ട്. സോ അതിൻ്റെ പേര് ബിക്കമിങ് എന്നാണ് കേട്ടോ. ബിക്കമിങ് അതും ഒരു മാറ്റമാണല്ലോ. നമ്മൾ എന്താ ആയിക്കൊണ്ടിരിക്കണമെന്ന് നമുക്കറിയില്ല, ബിക്കമിങ് എന്തും ആവാമല്ലോ. നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആയി തീർന്നുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you. What an incredible session we just had with Ashwathi. Srikanth, stay back here. Ladies and gentlemen, as a token of gratitude, I would like to welcome on stage Sri Prajesh Achande, Managing Director of Kerala Vision Channels, to please honor Ms. Ashwathi Srikanth by handing over a memento. Thank you very much, Ashwathi. It was a truly inspiring journey of self-discovery and growth. Thank you once again for sharing your insights with us. Thank you.